നമസ്കാരം, വറ്റുംവെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ള റെസിപ്പി ചിക്കൻ പെപ്പർ യോഗട്ട് കോമ്പിനേഷനിലുള്ള സ്പൈസി ആയിട്ടുള്ള ഒരു ലെസ് ഗ്രേവി റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇത് വേഗത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വരെ നമുക്ക് മാരിനേഷൻ വെക്കണം. അപ്പം നമുക്കിത് ഒരു അരമണിക്കൂർ നേരം മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് 3/4 കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കാം. ഒരു സ്റ്റവ് കത്തിച്ച് അതിലേക്ക് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും വേണ്ടി വരില്ല, ചിക്കനാണ്. ഒരു 20 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വേകുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ചെറിയൊരു മീഡിയം സൈസ് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അതിന് നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ വളരെ ചെറിയ കഷ്ണമായിട്ടൊന്ന് ചോപ്പ് ചെയ്താൽ നന്നായിരിക്കും. ഇനി നമുക്കൊരു 2-3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് അതും ഒന്ന് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് നടുവ് കീറിയിട്ട് വെക്കുക. ഒരു 10-20 മിനിറ്റോളം ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് വെക്കാം. ഇത് വെന്ത് കഴിഞ്ഞ് കുറച്ചൊരു വെള്ളം ഉണ്ടാവും അതിൽ, അത് സാരമില്ല. നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്ക് ഈ സ്റ്റൗവിൻ്റെ മുകളിൽ തന്നെ ഒരു പാൻ വെച്ചിട്ട് ഒരു 2.5 ടേബിൾ സ്പൂണോളം ഏതെങ്കിലും കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ജീരകം, വലിയ ജീരകമല്ല, സാധാരണ നമ്മളെ ജീരകമാണ് ഇട്ടിന്, ജീരകം ഇട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഒരു ചെറിയൊരു കളറ് ചേഞ്ച് ആകുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും കൂടി അതിൻ്റെ അകത്ത് ചേരും. ഉള്ളി ചേർത്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കണം. അത് വേഗത്തിലൊന്ന് ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്, വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതിൽ. ഇനി നമുക്കിതൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതെല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാനിത് ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. എരിവിന് കണക്കായിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ടിക്കിൽ എരിവ് കൂടുതൽ വേണ്ടിക്കിൽ കുറച്ചധികം ചേർക്കാം. ഞാൻ നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുന്നുണ്ട്. ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തീര് വേണമൊക്കെ. ഇനി ഇതിലേക്ക് ഒരു 2-3 വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ ഒന്ന് ഇട്ടാൽ മതി. നല്ലോണം ഒന്നും കൂടി ഒന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ചേർക്കാം. കരിവേപ്പില ചേർത്തിട്ടുണ്ട്. കരിവേപ്പില ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇഞ്ചി നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത്, ഇഞ്ചി നമ്മൾ ആദ്യം ചേർക്കാത്തതിൻ്റെ കാരണം ഇഞ്ചി അധികം എണ്ണയിൽ ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതായിക്കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് എല്ലാ ദിക്കിലും നമ്മളെ മസാല എത്തുന്നവരെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ച് വേവിക്കണം.
ഒരു 1.5 മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് വേവിച്ചാൽ മതി. തീ അധികം വെക്കേണ്ട, ഒരു മീഡിയം സൈസ് തീയിലാണ് നമ്മൾ വേവിക്കുന്നത്. ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിക്കും ബാക്കിയുള്ള എന്തിനു വേണ്ടിക്കും നല്ല ഇതായിട്ട് ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇപ്പം തുറന്ന് വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റോളം അത്രയേ വേണ്ടു. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക, ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് എല്ലാം അടിമേലോളം നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം സോട്ട് ചെയ്തിട്ട് ഒരു 3 ടേബിൾ സ്പൂണ് തൈര് ഇതിൽ ചേർത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ തൈരും പെപ്പറും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ നല്ല ഒരു കോമ്പിനേഷനാണ്, ഭയങ്കര ടേസ്റ്റി കോമ്പിനേഷനാണ്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളക്കണത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളക്, അത് ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്, ആവശ്യമുണ്ട് ചേർത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് 2 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ വേവിച്ചിട്ട് ഇതിനകത്ത് കുറച്ച് പുതിനയും കൂടി ചേർക്കുന്നുണ്ട്. പുതിന ചേർത്ത് നല്ലോണം ഒന്നും കൂടി സോട്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിക്കണം. ഇതിപ്പോൾ അടച്ചു വെക്കുന്ന സമയത്ത് അധികം നേരമൊന്നും അടച്ചു വെക്കണ്ട, ഒരു 1.5 മിനിറ്റോളം അടച്ചു വെച്ചാൽ മതി. ഒന്നും കൂടി നല്ലോണം സോട്ട് ചെയ്യാം. നല്ലോണം ഇളക്കി മസാലയിലൊന്ന് ശരിക്കല്ലാതിക്കലും പിടിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ട് ആ ഒരു ഗ്രേവി ഒരു കറക്റ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള മല്ലിച്ചപ്പ് ഇട്ട് നമുക്കിത് വാങ്ങി വെക്കാം. ഈ റെസിപ്പി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അധികം ടൈമോ ഒന്നും ചിലവാകാതെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതേപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് എന്നും കിട്ടാൻ വേണ്ടിയെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.